പുതിയ നല്ല ദൈവശാസ്ത്രം ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നും എന്നുണ്ടാകത്തില്ല. ഒരു ഡോക്ട്രിൻ ഉണ്ടായതുകൊണ്ട് മാത്രം ആളുകൾക്ക് റിഫർമേഷൻ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നല്ല ടീച്ചിങ് ഉണ്ട്, പക്ഷെ ആ ടീച്ചിങ് അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല? അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഹോളിനെസ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്. അതായത് വേദപുസ്തകത്തിന്റെ ഉപദേശങ്ങൾ അറിയാവുന്ന സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിലുള്ള ആളുകൾ, നമുക്ക് നല്ല ഉപദേശം അറിയാം, പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം, നമ്മളിത് ജീവിക്കുന്നില്ലല്ലോ എന്നുള്ള ചിന്ത ഉണ്ടായപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് വി നീഡ് ഹോളിനെസ്. വി ഹാവ് എ ഹോളി ഗാഡ്, വി ഹാവ് എ ഹോളി ചർച്ച്, വി ഹാവ് എ ഹോളി ട്രിനിറ്റി, വി ഹാവ് എ ഹോളി ഡോക്ട്രിൻ, ബട്ട് വി ഡു നോട്ട് ഹാവ് ഹോളി ലിവിങ്. നമുക്കെല്ലാം ഉണ്ട്, പക്ഷെ എന്തില്ല? വിശുദ്ധ ജീവിതമില്ല. അതൊരു നിരാശ പോലെ ആയിപ്പോയി ആളുകൾക്ക്. ഡോഗ്മാറ്റിസത്തിന്റെ അവസാനം ഉണ്ടായ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എന്താ, ആളുകൾ പറഞ്ഞു, ഇല്ല, നമുക്കിത് ജീവിക്കണം. അതാണ് ഹോളിനെസ് ക്യാമ്പ് മീറ്റിങ്ങുകളും മറ്റും. ആളുകളെല്ലാം ക്യാമ്പ് മീറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരുമിച്ച് കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇത് ജീവിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് പകരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ദേ സ്റ്റാർട്ടഡ് പ്രേയിങ്. ഹോളിനെസ് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ക്യാമ്പ് മീറ്റിങ്ങുകളാണ്. ആ ക്യാമ്പ് മീറ്റിങ്ങുകളിൽ അവർ മനസ്സിലാക്കിയ ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. വി നീഡ് ഹോളി സ്പിരിറ്റ്. ഇഫ് യു വോണ്ട് ടു ലിവ് എ ഹോളി ലിവിങ്, വി നീഡ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള വലിയ അഭിവാഞ്ച ഉണ്ടാകുന്നത് ഈ ഹോളിനെസ് മൂവ്മെന്റിലെ ക്യാമ്പുകളിൽ വെച്ചാണ്. ആ ക്യാമ്പുകളിലാണ് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടക്കാൻ തുടങ്ങുന്നത്. നേരത്തെ ഒന്നും അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ പ്രാർത്ഥനാനുഭവങ്ങളോ പ്രാർത്ഥനാ ക്യാമ്പുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പെന്തക്കോസ്തുകാരല്ല പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന തുടങ്ങിയത്. പെന്തക്കോസ്തുകാരല്ല പരിശുദ്ധാത്മാവിന് വേണ്ടി കൂട്ടമായി ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കാൻ തുടങ്ങിയത്. ഈ ഹോളിനെസ് മൂവ്മെന്റുകാരാണ്. ആ ഹോളിനെസ് മൂവ്മെന്റിൽ നിന്നാണ് വാസ്തവത്തിൽ ഹോളിനെസ് മൂവ്മെന്റ് ഒരു ഓഫ് ഷൂട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെന്റിക്കോസ്റ്റലിസം എന്ന് പറയുന്നത്. ഹോളിനെസ്, വില്യം ജെ സെയ്മൂർ വാസ് എ ഹോളിനെസ് മൂവ്മെന്റിലെ ഒരു പ്രീച്ചറായിരുന്നു വില്യം ജെ സെയ്മൂർ. ചാൾസ് പെർഹാമും മറ്റും ഇതേപോലെ തന്നെ ഹോളിനെസ് മൂവ്മെന്റിന്റെ ഒരു ഡെവലപ്മെന്റിൽ ജീവിതത്തെ രൂപപ്പെടുത്തിയ ചാൾസ് പെർഹാമിന്റെ ബൈബിൾ സ്കൂളിൽ വെച്ച് ടൊപ്പിക്കയിൽ വെച്ച് 1901 ജനുവരി 1 ആഗ്നസ് ഹോസ്മാൻ എന്ന് പറയുന്ന 18 വയസ്സുള്ള പെങ്കൊച്ച് അന്യഭാഷകളിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആളുകൾ അന്യഭാഷകൾ സംസാരിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ സാഹിബാണല്ലോ ചരിത്രം എഴുതുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ചരിത്രം വരുമ്പം സാഹിബിന്റെ ഭാഷ മാത്രമേ വരുവുള്ളല്ലോ, നമ്മുടെ ഭാഷ വരത്തില്ലല്ലോ. ചിലരുടെയൊക്കെ ചിന്ത പഠിപ്പിക്കുന്നതനുസരിച്ചാണെങ്കിൽ എന്താ, 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ സംസാരിച്ചതിന് ശേഷം പിന്നെ ആദ്യമായിട്ട് അന്യഭാഷ സംസാരിക്കുന്നത് ആഗ്നസ് ഹോസ്മാനാണെന്ന്. അതൊന്നുമല്ല. ചരിത്രത്തിലുടനീളം എല്ലായ്പ്പോഴും പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചവരും പരിശുദ്ധാത്മാവിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ സഭ എത്ര അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയി കഴിഞ്ഞാൽ എന്തായി കഴിഞ്ഞാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എടുത്തുകൊണ്ട് പോകാൻ ഇവർക്ക് ആർക്കും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എല്ലായ്പ്പോഴും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ കാലയളവിലും ദൈവം ആത്മവരപ്രാപ്തരായ ഒരു റെമനന്റിനെ സൂക്ഷിച്ചിരുന്നു. പക്ഷേ ചരിത്രത്തിൽ പ്രവേശിക്കത്തക്ക രീതിയിലുള്ള എക്സ്പോസ്ഡ് ആയിരുന്നില്ല അവർ. അത്രേ ഉള്ളൂ, അവർ എക്സ്പോസ്ഡ് ആയിരുന്നില്ല. അവിടെ പ്രേയർ എന്ന് പറയുന്ന ആ ഒരു വലിയ എന്താണ്, പ്രേയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ഒരു വലിയൊരു പ്രാർത്ഥന. കാരണം അവർക്ക് മനസ്സിലായി, അവർ പറഞ്ഞു, നമുക്ക് ഡോക്ടറിനെ അറിയാം, നമുക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അറിയാം, പക്ഷെ നമുക്ക് അതിനുള്ള പവറില്ല. ആ പവർ നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവിൽ നിന്നാണ് അവർ ഇങ്ങനെയുള്ള പ്രാർത്ഥന ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള പല ക്യാമ്പുകളിലും ആത്മാവിൻ്റെ വലിയ ചലനമുണ്ടാവുകയും അനേകർ ഹോളിനെസ്സിന് വേണ്ടി സമർപ്പിക്കുകയും ഈവൻ ചെയ്ത കേസ് ഓഫ് അങ്ങനെ മാറിയ ആളുകൾ ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിൽ നിന്നാണ് ആളുകൾ കൂടുതലായിട്ട് ഈ ക്യാമ്പുകളിലേക്ക് വന്നത്. അങ്ങനെ അനേക ഹോളിനെസ് സഭകൾ തന്നെ ഉണ്ടായി. ശരിക്കും ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് പെന്റിക്കോസ്റ്റൽ ചർച്ചായിട്ട് തുടങ്ങിയതല്ല. 1886 1886 ഹോളിനെസ് മൂവ്മെന്റിന്റെ ഒരു സഭയായിട്ട് തുടങ്ങിയതാണ് ചർച്ച് ഓഫ് ഗോഡ്. പിന്നീട് ആ ഹോളിനെസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ചർച്ച് ഓഫ് ഗോഡ് വാസ്തവത്തിൽ പെന്റിക്കോസ്റ്റലിസത്തെ അങ്ങ് സ്വീകരിക്കുകയായിരുന്നു. ഈ ഹോളിനെസ് മൂവ്മെന്റിലൂടെ വന്ന സഭാംഗങ്ങളെല്ലാം പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ചതോടുകൂടെ പിന്നെ അവർ ദേ കൺസിഡർ ദംസെൽസ് ആസ് പെന്റിക്കോസ്റ്റൽ ചർച്ച്. 1886 തുടങ്ങുന്നത്. അന്നത് പെന്തിക്കോസ് സഭയല്ല, അന്ന് അവിടെ ഉള്ളവരെല്ലാം അന്യഭാഷ പറഞ്ഞുകൊണ്ടിരുന്നവരൊന്നും അല്ല. ദാറ്റ് വാസ് എ ചർച്ച് ഓഫ് ദ ഹോളിനെസ് മൂവ്മെന്റ്, ചർച്ച് ഓഫ് ഗോഡ്. ഇനി ഈ ആഗ്നസ് ഹോസ്മാന്റെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 1901 ആ 1901 തുടങ്ങുന്ന ദിവസം, അതിൻ്റെ തലേ ദിവസത്തെ ആണ്ടർ ദി യോഗത്തിൽ ഒരു ടൊപ്പിക്കയിലെ ഒരു ബൈബിൾ സ്കൂളിൽ വെച്ച്
പിള്ളേരെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ആഗ്നസ് ഓസ്മാൻ പറഞ്ഞു, എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം, ഞാൻ പരിശുദ്ധാത്മസ്നാനം പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥിക്കണമെന്ന് ചാൾസ് പെർഹാം എന്ന് പറയുന്ന അവരുടെ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. അവർ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഈ പെങ്കൊച്ച് അന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് സ്പീക്കിംഗ് ഇൻ ചൈനീസ് ഭാഷ സംസാരിക്കാൻ തുടങ്ങി. ചൈനീസ് ഭാഷ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ ബാക്കി ആരും ഇത് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവളോട് ചോദിച്ചു, നീ എന്തോ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ അതും ചൈനീസിലാണ് ഇവൾ പറയുന്നത്, ആൻസർ ചെയ്യുന്നതും ചൈനീസിലാണ്. എന്നാൽ നീ എഴുതി കാണിക്കാൻ പറഞ്ഞപ്പോൾ എഴുതിയതും ചൈനീസാണ്. ആ എഴുതിയ പേപ്പറുകൾ ബ്ലോക്ക് എടുത്ത് അന്നത്തെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആഗ്നസ് ഓസ്മാൻ എഴുതിയത് ചൈനീസാണ്. പിറ്റേ ദിവസം ഇവൾ സംസാരിച്ചത് ബൊഹീമിയൻ ലാംഗ്വേജാണ്. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ലാംഗ്വേജസ് ഇവൾ സംസാരിക്കാൻ തുടങ്ങി. എന്നാൽ ഇത് കണ്ട് എല്ലാവരും ചർച്ചിലുള്ള അല്ലെങ്കിൽ ഈ ബൈബിൾ സ്കൂളിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ ആഗ്നസ് ഓസ്മാൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി. ഇവള് ചിന്തിച്ചത് ഇവർക്ക് മാത്രമായിട്ട് ദൈവം കൊടുത്ത ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണെന്നാണ്. പക്ഷേ ആഗ്നസ് ഓസ്മാന് മാത്രമല്ല, പിന്നീട് എന്താ സംഭവിക്കുന്നത്? ഇതൊരു വലിയ വളർച്ചയാണ്. അങ്ങനെ ആ ചാൾസ് പെർഹാമിൻ്റെ ബൈബിൾ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ വില്യം ജെ സെയ്മൂറാണ് അസൂസ സ്ട്രീറ്റിൽ ഒരു ഉണർവ് യോഗം തുടങ്ങുന്നത്. ഒരു ഉണർവ് യോഗം തുടങ്ങണമെന്ന് തുടങ്ങിയൊന്നുമല്ല, അവിടെ വില്യം ജെ സെയ്മൂർ പ്രസംഗിച്ച് തുടങ്ങി, ആളുകൾ വന്നു, പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു. പിന്നെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വരാൻ തുടങ്ങി. യോഗം ഒന്നും നിർത്താൻ പറ്റുന്നില്ല. അതായത് ഒരു ഗ്രൂപ്പ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പുതിയ ഗ്രൂപ്പ് വരാൻ തുടങ്ങി, പുതിയ ഗ്രൂപ്പ് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പുതിയ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവിടെ വന്നു. അസൂസ സ്ട്രീറ്റിൽ ഒരു ബിൽഡിങ്ങിൽ അവർ തുടങ്ങിയ മീറ്റിംഗ് 3.5 വർഷം കണ്ടിന്യൂ ചെയ്തെന്നാണ് പറയുന്നത്. 3.5 years. അങ്ങനെ അസൂസ സ്ട്രീറ്റിൽ നിന്ന് ആളുകൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നുപോയി. യൂറോപ്പിൽ നിന്നും, യൂറോപ്പിൻ്റെ ഈവൻ സ്കാൻഡിനേവിയൻ കൺട്രീസിൽ നിന്നും, എല്ലാ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ, അമേരിക്കയിൽ നിന്നും ഒക്കെ ആളുകൾ ലോസ് ഏഞ്ചലസിലെ ഈ അസൂസ സ്ട്രീറ്റിലേക്ക് വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയും ഈ കറുത്ത പ്രസംഗകൻ, ഈ വാസ് എ ബ്ലാക്ക് ഹോളിനസ് പ്രീച്ചർ, അവൻ്റെ ആ വില്യം ജെ സെയ്മൂറിൻ്റെ ആ ഉണർവ് യോഗത്തിൽ വന്ന് പങ്കെടുത്ത് ആത്മസ്നാനം പ്രാപിച്ച സാഹിബന്മാർ മിഷണറീസ് ആയിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോയി. ഇന്ത്യയിലേക്കും വന്നു, ആഫ്രിക്കയിലേക്കും പോയി, ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും പോയി. അവിടെ എല്ലാം അവർ ഈ പെന്തിക്കോസ്ത് ഉണർവിൻ്റെ പ്രചാരകരായി സുവിശേഷം അറിയിച്ചു. അനേക സ്ഥലങ്ങളിൽ ആളുകൾ ആത്മസ്നാനം പ്രാപിച്ചു. ആത്മസ്നാനം പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആളുകൾ പിന്നെ അവർക്ക് 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ചസിൽ ഇവർക്ക് പിന്നീട് ഒരു സ്ഥാനമില്ലാതെയായി. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ. പല സമയത്തും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം അതാണല്ലോ. പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ചസിൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ചർച്ചസിൽ നമ്മളെ ഉൾക്കൊള്ളാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു. നമ്മളെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അവർ നമ്മളെ പുറത്താക്കിയില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരെ ഉൾക്കൊള്ളാൻ നമുക്ക് ബുദ്ധിമുട്ടായി, നമ്മൾ പുറത്തു പോകുന്നു. ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിക്കുന്നത്. ഒന്നുകിൽ നമ്മളെ അവർ പുറത്താക്കി, അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോന്നു. അപ്പോൾ അവർക്ക് ദേ നീഡഡ് ചർച്ച്. സോ അവർ എല്ലായിടത്തും ലോക്കൽ ചർച്ചസ് ഉണ്ടാക്കി വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ. ഇറ്റ് വാസ് ഈസി ഫോർ ദം. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലീഡർഷിപ്പ് കൊടുത്ത പല ആളുകളും ഹോളിനെസ് മൂവ്മെൻറ്റിൽ നിന്ന് വന്നവരാണ്. ഹോളിനെസ് മൂവ്മെൻറ്റിലുള്ളവർ ശരിക്കും അവരുടെ പശ്ചാത്തലം സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്നാണ്. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റ് ആയതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ചർച്ചസിനോടുള്ള ആഭിമുഖ്യം അവർക്കില്ല. അവർക്ക് ഇറ്റ് വാസ് ഈസി ഫോർ ദം ടു സ്റ്റാർട്ട് എ ലോക്കൽ ചർച്ച്. കാര്യം അവരുടെ ട്രെയിനിങ് അതാണ്, അവർ വന്ന സാഹചര്യം അതാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കോൺഗ്രിഗേഷൻസ് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലുണ്ടായി. അമേരിക്കയിലും ഉണ്ടായി. അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും പെന്തിക്കോസ് ഉണർവ് വ്യാപിച്ച സ്ഥലങ്ങളിലൊക്കെ പുതിയ പുതിയ ചെറിയ ചെറിയ സഭകളുണ്ടായി. അങ്ങനെ ഈ സഭകൾ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി മീറ്റിങ്ങുകൾ നടത്താൻ തുടങ്ങി. ഈ സഭകളെല്ലാം കൂടെ, നമ്മുടെ മാസയോഗങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ മീറ്റിംഗ് പല സ്ഥലങ്ങളിലുള്ള സഭകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി ഇതൊരു അന്യോന്യമുള്ള സഹകരണം ആവശ്യമാണ് എന്ന് കണ്ട് അമേരിക്കയിലെ പെന്റിക്കോസ്റ്റൽ ചർച്ചസ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം, ചർച്ച് ഓഫ് ഗോഡൊക്കെ അന്ന് വേറെ സഭയാണ്, എല്ലാം കൂടെ ഒരുമിച്ച് കൂടി 1914 തുടങ്ങിയതാണ് അസംബ്ലീസ് ഓഫ് ഗോഡ്. അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയാൻ തന്നെ കാര്യം അതാണ്. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലികൾ പല സ്ഥലങ്ങളിലാണ്. എല്ലായിടത്തുമുള്ള ദൈവത്തിൻ്റെ അസംബ്ലികളെ ഒരുമിച്ച് കൂട്ടുന്ന, ഒരു കൂട്ടിയിണക്കുന്ന ഒരു കണ്ണി എന്ന നിലയിലാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങുന്നത്. അതായത് അസംബ്ലീസ് ഓഫ് ഗോഡ് തുടങ്ങിയിട്ട് പലയിടത്തേക്ക് വ്യാപിച്ചതല്ല. ശരിക്കും എന്താണ്, പല സ്ഥലങ്ങളിൽ പെന്തിക്കോസ് ഉണർവ് ഉണ്ടായപ്പോൾ ഉണ്ടായ സഭകളെ ഒരുമിച്ച് ചേരുകയായിരുന്നു. പക്ഷേ അത് വലിയൊരു മിഷനറി മൂവ്മെൻ്റായി. കാര്യം ഈ അസംബ്ലീസ് ഓഫ് ഗോഡ്
അവർക്ക് ലഭിച്ച പുതിയ ആത്മാവിൻ്റെ പ്രകാശനങ്ങൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള അഭിവാഞ്ചിയോടുകൂടെ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് മിഷണറിമാരെ അയക്കാൻ തുടങ്ങി. അതാണ് വാസ്തവത്തിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ രൂപീകരണത്തിനുണ്ടായ ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഓർത്തിരിക്കേണ്ടതായ കാര്യം. അങ്ങനെയാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് ഒരു മിഷണറി മൂവ്മെൻ്റ് ആയിട്ട് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഇടയായത്. അതേസമയം ചർച്ച് ഓഫ് ഗോഡ് ഒരു പെന്റിക്കോസ്റ്റൽ ചർച്ചായിട്ട് അവരങ്ങ് രൂപപ്പെടുകയായിരുന്നു. സ്കാൻഡിനേവിയൻ ചർച്ചസിലും സ്കാൻഡിനേവിയയിലും നോർവേയിലും ഒക്കെയുള്ള സഭകൾ വേറെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവർ അസംബ്ലീസ് ഓഫ് ഗോഡ് എന്നുള്ള പേരിലല്ല അവർ അറിയപ്പെട്ടിരുന്നത്. ഫിലദൽഫിയ ചർച്ച് എന്ന് പറഞ്ഞ് അന്നുണ്ടായിരുന്ന ചർച്ചസ്, ലെവി പത്രോസിൻ്റെയും മറ്റും സഭ. അങ്ങനെ ഞാൻ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേരള പെന്തക്കോസ്ത് ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഈ ഡെവലപ്മെൻ്റ് ഉണ്ടായപ്പോൾ പിന്നീട് അത്യാവശ്യമായി വന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്കൊരു ഉപദേശം വേണമായിരുന്നു. അതായത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മാവിൻ്റെ ഈ പ്രകാശനങ്ങൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് സാർവത്രികമായി യൂണിവേഴ്സലായി എല്ലായിടത്തും ആളുകൾ ആത്മാവിൽ നിറയുകയും ആത്മാവിൻ്റെ വരങ്ങൾ പ്രാപിക്കുകയും അങ്ങനെ ആത്മവരങ്ങൾ അല്ലെങ്കിൽ ആത്മനിറവ് പ്രാപിച്ചവരുടെ കൂട്ടായ്മകൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഏതാണെങ്കിലും ഇഫ് ഇറ്റ് ഇസ് എ ചർച്ച്, ദ ചർച്ച് നീഡ്സ് എ ഡോക്ടർ. അങ്ങനെയാണ് ഒരു പെന്തിക്കോസ്ത് ഉപദേശത്തിൻ്റെ പ്രത്യേകത ഉണ്ടാകുന്നത്. ഇറ്റ് വാസ് എസെൻഷ്യൽ. പെന്തിക്കോസ്റ്റൽ ഡോക്ട്രിൻ ആവശ്യമായി വരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അത് ഈസിയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെന്തിക്കോസ്ത് വന്ന ആ വഴി നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഒരു ശക്തമായ ഉപദേശം ഉണ്ടാക്കാൻ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ചിലപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ചിന്തയുണ്ട്, പെന്തിക്കോസുകാരെന്തുവാ അവർ കുറച്ച് അന്യഭാഷ പറയുന്നു, അവർക്കൊരു ഉപദേശമുണ്ടോ? അല്ലെങ്കിൽ പെന്തിക്കോസുകാർക്ക് തന്നെ ഒരു ചിന്തയുണ്ട്, നമ്മളിങ്ങനെ അന്യഭാഷ പറയുന്നതല്ലാതെ നമുക്ക് ശക്തമായൊരു ഉപദേശമില്ല, നമുക്കൊരു പാരമ്പര്യമില്ല, നമുക്കൊന്നുമില്ല, ഒരു അപകർഷതാബോധം. ഞാനൊരു പ്രാവശ്യം ഒരു തിയോളജിക്കൽ സെമിനാരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ റിസർച്ച് നടത്തുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, അച്ഛൻ നമ്മളൊക്കെ എന്തോ പറയാനാ, നമുക്ക് എന്തെങ്കിലും ഉപദേശമോ കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? നമ്മളൊക്കെ ഈ ഇവാഞ്ചലിക്കൽ തിയോളജിയും ഒക്കെ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നെന്നുള്ളതല്ലാതെ വേറെ നമുക്കായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അതായത് നമ്മൾ ഇവരുടെയൊക്കെ ഉച്ഛിഷ്ടം ഭക്ഷിക്കുന്നു എന്നുള്ള നിലയിലാണ് ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ പോലും കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ പെന്തിക്കോസ്തിൻ്റെ ആ ഒരു സ്വാത്മബോധമില്ലാത്ത ഒരു തലമുറയാണ് വാസ്തവത്തിൽ പുതുതായിട്ടുണ്ടായിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താണ്, ഞാനൊരു പെന്തിക്കോസുകാരനായിപ്പോയി എന്നുള്ള നിലയിലാണ് പലരുടെയും ഇടപെടൽ, അല്ലേ? പെന്തിക്കോസുകാരനായിപ്പോയി, ഏതോ കളഞ്ഞേച്ച് പോയി, അല്ലെങ്കിൽ എന്തോ ഇല്ലാതെ ആയിപ്പോയി എന്നുള്ള നിലയിലാണ്. പക്ഷേ പെന്തിക്കോസ്റ്റലിസത്തിന് വളരെ ശക്തമായ ഒരു ഉപദേശത്തിൻ്റെ അടിത്തറ ഉണ്ട്. എന്തുകൊണ്ട് ശക്തമായെന്ന് പറയാൻ കാര്യം എന്താണ്? ആദ്യമൊക്കെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവർ മാറിയതെങ്കിലും പെട്ടെന്ന് സ്ഥിതി മാറി. സഭകളുടെ ആവിർഭാവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് സഭയ്ക്ക് അവർക്ക് ഉപദേശം ആവശ്യമായി വന്നപ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. കാര്യം ഇവരുടെ പശ്ചാത്തലം എങ്ങനെയുള്ള പശ്ചാത്തലമാണ്? പെന്തിക്കോസ്തിൻ്റെ ആത്മീയ പാരമ്പര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഉണ്ടായത് റിഫോമിസ്റ്റുകൾ ഉണ്ടായിരുന്നു, നവീകരണ പശ്ചാത്തലത്തിൽ നിന്ന്. ബേസിക്കലി വി ആർ കമ്മിങ് ഫ്രം എന്നാണ് ആദ്യം തൊട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പോസ്തോലിക പാരമ്പര്യം തൊട്ട് ഇങ്ങോട്ട് ചിന്തിച്ച് നോക്കിയാൽ അപ്പോസ്തോലിക പാരമ്പര്യം കഴിഞ്ഞിട്ട് ഒരു കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിപ്പോയെങ്കിലും അവിടെ നിന്ന് പിന്നീടുള്ള എല്ലാ വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടാണ് പെന്തിക്കോസ്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ വളർച്ചയുടെയും നല്ല വശങ്ങൾ പെന്തിക്കോസ്റ്റൽസിന് എടുക്കാമായിരുന്നു. ഇറ്റ് വാസ് ഈസി ഫോർ ദം. അതായത് ചരിത്രത്തിലുടനീളമുള്ള സഭയുടെ പല ട്രാൻസിഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ആ ട്രാൻസിഷൻസിലെ എല്ലാ സ്ഥലങ്ങളിലെയും നല്ല വശങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. അങ്ങനെ അപ്പോസ്തോലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കാത്തലിക് ചർച്ചിലൂടെ റിഫോമിസ്റ്റുകൾ ഉണ്ടായി. ആ റിഫർമേഷൻ്റെ നല്ല വശങ്ങൾ അവരെടുത്തു. ആ റിഫർമേഷൻ തന്നെയല്ല, ഉണർവ് സംഘങ്ങളുടെ ആ റിവൈവലിസ്റ്റ് പാരമ്പര്യം അവർ എടുത്തു. സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പാരമ്പര്യം. അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് ഉപദേശം എന്ന് പറയുന്നത് വേർപാടിൻ്റെ ഉപദേശമാണ്. വി ആർ സെപ്പറേറ്റഡ് പീപ്പിൾ. അത് വളരെ പ്രസക്തമായ ഒരു ഉപദേശമാണ്. വേർപാടിൻ്റെ ഉപദേശം എടുത്തു. അതുപോലെ തന്നെ അവർ മെത്തോഡിസം പോലെയുള്ള ഡിസിപ്ലിൻഡ് ലിവിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഉപദേശം രൂപീകരിച്ചു. അല്ലെങ്കിൽ അതും കൂടെ അവരുടെ ഉപദേശത്തിൽ അവർ ചേർത്തു പെന്തിക്കോസ്റ്റൽസിൻ്റെ. അതേപോലെ അവർ വേദപുസ്തകത്തിൻ്റെ കാര്യത്തിൽ ഫണ്ടമെൻ്റലിസ്റ്റുകളായിരുന്നു. ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ കാര്യത്തിൽ ഫണ്ടമെൻ്റലിസ്റ്റുകളായിരുന്നു. ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ വിശുദ്ധിയുടെ ഉപദേശം അവർക്കുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ മൂവ്മെൻറ്റ്സിൻ്റെയും നല്ല വശങ്ങൾ ചേർത്തുകൊണ്ട്
അതുകൊണ്ട് പെന്തിക്കോസ്തിന് ഒരു വലിയൊരു ആത്മീയ പാരമ്പര്യമുണ്ട്. അപ്പോസ്തോലിക കാലം മുതലുള്ള പാരമ്പര്യം, നവീകരണത്തിൻ്റെ പാരമ്പര്യമുണ്ട്, റിഫോം മൂവ്മെൻറ്റിൻ്റെ ഉണർവിൻ്റെ പാരമ്പര്യമുണ്ട്, വേർപാടിൻ്റെ പാരമ്പര്യമുണ്ട്, ഫണ്ടമെൻ്റലിസ്റ്റുകളുടെ പാരമ്പര്യമുണ്ട്, ഹോളിനെസ് മൂവ്മെൻറ്റിൻ്റെ പാരമ്പര്യമുണ്ട്. അങ്ങനെ ഈ എല്ലാ മേജർ ട്രാൻസിഷനിലെയും നല്ല അംശങ്ങൾ ചേർത്തെടുത്തത് കൊണ്ട് പെന്തിക്കോസ്തുകാരെന്ന് പറയുന്നത് ഒരു ഉപദേശമില്ലാത്ത ഗ്രൂപ്പൊന്നും അല്ല. അങ്ങനെ ആരും ചിന്തിക്കണ്ട. പെന്തിക്കോസ്തുകാർക്ക് ആകെ ഉള്ളത് അന്യഭാഷ മാത്രമാണെന്നുള്ള നിലയിൽ ആളുകൾ ചിലപ്പോൾ സംസാരിക്കാറുണ്ട്. പെന്തിക്കോസ്തുകാരും അങ്ങനെ സംസാരിക്കാറുണ്ട്. അങ്ങനെ സംസാരിക്കുന്നതാണ് ഇന്ന് വാസ്തവത്തിൽ ഈ ക്ലാസ്സിനകത്ത് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുള്ള കാരണം. മറ്റുള്ളവരുടെ ചേഞ്ചിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് പെന്തിക്കോസ്തുകാരൻ്റെ ചേഞ്ചാണ്. അല്ലാതെ ഇപ്പോൾ മറ്റുള്ളവരിപ്പോൾ നമ്മളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊണ്ട്. പക്ഷെ പെന്തിക്കോസ്തുകാരൻ തന്നെ അങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാലോ നമുക്കെന്തോ ബ്രദറെ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരമോന്നത പരിപാലക നീ തന്നതെല്ലാം നിന്ദാനമല്ലോ, ഒരു നാളും നീ മറയാതെ എൻ ഹൃദയത്തിൽ വാഴുകില്ലേ. പരമോന്നത പരിപാലക നീ തന്നതെല്ലാം നിന്ദാനമല്ലോ, ഒരു നാളും നീ മറയാതെ എൻ ഹൃദയത്തിൽ വാഴുകില്ലേ. ഈശോയേ നിൻ സ്നേഹാർദ്രമാം കാരുണ്യമോടെന്നെ വെണ്മയാക്കി, അതിലോലമാം നന്ദി ചൊല്ലി വാഴ്ത്തുന്നു നിന്നെ എൻ സ്നേഹനാഥ. ഈശോയേ നിൻ സ്നേഹാർദ്രമാം കാരുണ്യമോടെന്നെ വെണ്മയാക്കി, അതിലോലമാ നന്ദി ചൊല്ലി വാഴ്ത്തുന്നു നിന്നെ എൻ സ്നേഹനാഥ. പരമോന്നത പരിപാലക നീ തന്നതെല്ലാം നിന്ദാനമല്ലോ, ഒരു നാളും നീ മറയാതെ എൻ ഹൃദയത്തിൽ വാഴുകില്ലേ. അശുദ്ധമായ അകൃത്യങ്ങളെ വിശുദ്ധി പകർന്നു നീ തുടച്ചുമാറ്റി, അനുദിനം ഞാൻ വിശുദ്ധനാകാൻ അകതാരിൽ ആശയായി കാത്തിരിപ്പു. അശുദ്ധമായ അകൃത്യങ്ങളെ വിശുദ്ധി പകർന്നു നീ തുടച്ചുമാറ്റി, അനുദിനം ഞാൻ വിശുദ്ധനാകാൻ അകതാരിൽ ആശയായി കാത്തിരിപ്പു. പരമോന്നത പരിപാലക